Dear students, നമുക്ക് ഇന്ന് lemma 28.4 നോക്കാം. Let A be a compact operator on H not equal to 0. First one, every non-zero approximate eigenvalue of A is in fact an eigenvalue of A, and the corresponding eigenspace is finite dimensional. And second one is A is self-adjoint, then norm A or minus of norm A is an eigenvalue of A. A എന്ന് പറയുന്നത് കോമ്പാക്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ എല്ലാ അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂസ് ഓഫ് എയും ഐഗൻ വാല്യൂസ് ഓഫ് എ ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് എ എന്ന് പറയുന്നത് സെൽഫ് അഡ്ജോയിൻ്റ് ആണെങ്കിൽ എയും നോം എയും മൈനസ് ഓഫ് നോം എയും അതിൻ്റെ ഐഗൻ വാല്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് കെ നോട്ട് ഈക്വൽ ടു 0 ബി ആൻ അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂ ഓഫ് എ. അപ്പോൾ അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂ ആണ് നമുക്ക് ഐഗൻ വാല്യൂ ഓഫ് എ ആണ് നമുക്ക് കാണിക്കണം. അപ്പോൾ അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂ ആയതുകൊണ്ട് തന്നെ ദർ ഈസ് സം എക്സ് എൻ ബിലോങ്സ് ടു എച്ച് such that norm xn equal to 1 and norm a of xn minus kxn equal to 0 as n tends to 0. n tends to infinity ആണ്. ഓക്കെ, അപ്പം അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂവിൻ്റെ ഡെഫിനിഷനാണിത്. ഒരു കെ എന്ന് പറയുന്ന ആൾ അപ്രോക്സിമേറ്റ് ഐഗൻ വാല്യൂ ആണെങ്കിൽ അവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാകുകയും അതിൻ്റെ നോം 1 ആകുകയും നോം എ ഓഫ് എക്സ് എൻ മൈനസ് കെ എക്സ് എൻ ടെൻസ് ടു 0 ആയിരിക്കും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പാക്റ്റ് ആണെന്ന്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സബ്സീക്വൻസിനെ കാണാൻ പറ്റും. സബ്സീക്വൻസ് എക്സ് എൻ ജെ ഓഫ് എക്സ് എൻ സച്ച് ദാറ്റ് ദ സീക്വൻസ് എ എക്സ് എൻ ജെ കൺവേർജസ് ടു സം എക്സ് ഇൻ എച്ച്. അപ്പം എക്സ് എൻ ജെ ആണ് നമ്മൾ എടുത്തത്. അപ്പം ഇറ്റ് ഫോളോസ് ദാറ്റ് കെ എക്സ് എൻ ജെ ഈസ് ഓൾസോ കൺവേർജസ് ടു എക്സ് ഇൻ കെ എച്ച്. കാരണം എ ഓഫ് എക്സ് എൻ മൈനസ് കെ എക്സ് എൻ ടെൻസ് ടു 0 ആണ്. അപ്പോൾ എ ഓഫ് എക്സ് എൻ ജെ എക്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കെ എക്സ് എൻ ജെയും എക്സിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന നോം ടെൻസ് ടു 0 ആകത്തുള്ളൂ. സോ സീക്വൻസ് കെ എക്സ് എൻ ജെ ഈസ് ഓൾസോ കൺവേർജസ് ടു എക്സ് ഇൻ എച്ച്. സിൻസ് k not equal to 0 and norm xn j equal to 1, norm xn j equal to 1 ആകാൻ കാരണം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന നോം എക്സൻ സീക്വൻസ് എക്സനിൻ്റെ നോം 1 ആണ്. അതിൻ്റെ സബ്സീക്വൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഫോർ ഈച്ച് ജെ വി സി ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0, കാരണം എക്സൻ ജെയുടെ എല്ലാം നോംസ് 1 ആണ്. അപ്പം അത് 0യിലേക്ക് എന്താണെങ്കിലും അത് ടെൻഡ് ചെയ്യത്തില്ല. ആൻഡ് ദെൻ എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സിന് പറഞ്ഞ ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ എക്സ് എൻ ജെ. ദിസ് വൺ ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഓഫ് എക്സ് എൻ ജെ. എ ഓഫ് എക്സ് എൻ ജെ നമുക്കറിയാം കെ എക്സ് ആണ്. സോ ദിസ് വൺ ഈക്വൽ ടു ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഓഫ് എക്സ് എൻ ജെ ഈസ് കെ എക്സ്. അപ്പോൾ എ ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് ആയി. ദാറ്റ് ഈസ് കെ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഐഗൻ സ്പേസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി അതിൻ്റെ സീറോ സ്പേസ്, ഓക്കെ, ഐഗൻ സ്പേസ് ഇസഡ് ഓഫ് എ മൈനസ് കെ ഐ ഈസ് ഇൻഫിനിറ്റ് ഡയമെൻഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ദ ഐഗൻ സ്പേസ് ഇസഡ് ഓഫ് എ മൈനസ് കെ ഐ ഈസ് ഇൻഫിനിറ്റ് ഡയമെൻഷനൽ. Then we can find an infinite orthonormal sequence set UN sequence UN in Z of a minus ki by Grant-Chapman's orthonormalization process. നമുക്കറിയാം എ ഓഫ് യു എൻ ഈക്വൽ ടു കെ യു എൻ ആണ് ഫോർ ഈച്ച് എൻ. ദെൻ നോം എ ഓഫ് യു എൻ മൈനസ് എ ഓഫ് യു എം സ്ക്വയർ ഈക്വൽ ടു നോം കെ യു എൻ മൈനസ് കെ യു എം. ദെൻ കെ എൻ നമുക്ക് നോം കെ ഇൻറ്റു യു എം മൈനസ് യു എൻ മൈനസ് യു എം സ്ക്വയറിന് എടുക്കാം. നോമിനകത്തുനിന്ന് കെ പുറത്ത് വരുമ്പോൾ മോഡ് കെ സ്ക്വയർ ഇൻറ്റു നോം യു എൻ മൈനസ് യു എം സ്ക്വയർ. നമുക്കറിയാം നോം യു എൻ മൈനസ് യു എം സ്ക്വയർ ഈസ് 2. സോ ദിസ് വൺ ഈസ് 2 മോഡ് കെ സ്ക്വയർ ഫോർ എൻ നോട്ട് ഈക്വൽ ടു എം. അപ്പോൾ നമുക്കിവിടെ നോം എ
ഓഫ് യു എൻ മൈനസ് എ ഓഫ് യു എം ഈക്വൽ ടു 2 മോഡ് കെ സ്ക്വയർ ആണ്. കെ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കറിയാം ദ സീക്വൻസ് യു എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ബട്ട് എ ഓഫ് യു എൻ ഹാസ് നോ കൺവേർജിങ് സബ് സീക്വൻസ്. കാരണം ഇതിങ്ങനെ 0യിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിന് കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ടാവും. അങ്ങനെ സബ് സീക്വൻസ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എ കോമ്പാക്റ്റ് ആണ് എന്നുള്ളതിനൊരു കോൺട്രഡിക്ഷനാണ്. സോ ഇങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മൾ ഇസഡ് ഓഫ് എ മൈനസ് കെ ഐ അല്ലെങ്കിൽ എ മൈനസ് കെ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ സ്പേസ് ഇൻഫിനിറ്റ് ഡയമെൻഷനിലാണ് എടുത്തത് കൊണ്ടാണ്. സോ നമുക്ക് പറയാം ഇസഡ് ഓഫ് എ മൈനസ് കെ ഐ ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എ സെൽഫ് അഡ്ജോയിൻ്റ് ആണെങ്കിൽ നോം എയും മൈനസ് നോം എയും അതിൻ്റെ ഐഗൻ വാല്യൂസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിറ്റ്സ് മെത്തേഡ് ഓൾറെഡി പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഓക്കെ ആവും. എങ്കിലും ഞാനിത് പറയാം. അസ്യൂം ദാറ്റ് എ ഈസ് സെൽഫ് അഡ്ജോയിൻറ്റ്. ഇഫ് എ ഈക്വൽ ടു 0 then plus or minus norm a equal to 0 which is clearly eigenvalues a. Let a not equal to 0. Then both small ma and capital Ma are approximate eigenvalues of a. അത് നമുക്ക് ഓൾറെഡി നമ്മുടെ തിയറത്തിലുള്ളതാണ് 27.5. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്കുള്ള റിസൾട്ടുകളാണ് 27.7ൽ നിന്ന്. നോം ഇ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എം എ, മോഡ് സ്മോൾ എം എ, ദെൻ മോഡ് ക്യാപിറ്റൽ എം എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെ നോം എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയി. ഓക്കെ, ഫസ്റ്റ് വൺ, ഇഫ് സ്മോൾ എം എ പ്ലസ് ക്യാപിറ്റൽ എം എ ഗ്രേറ്റർ ദാൻ 0 then capital Ma greater than 0 and norm A equal to mod capital Ma. So norm A is eigenvalues of A from part A. ഇപ്പം എം എ പ്ലസ് സ്മോൾ എം എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ സ്മോൾ എം എ ലെസ് ദാൻ 0. സോ നമുക്ക് പറയാം നോം എ ഈക്വൽ ടു മോഡ് എം എ, ദാറ്റ് വൺ ഈക്വൽ ടു മൈനസ് എം എ. അതായത് എം എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. സോ മോഡിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദിസ് വൺ ഈസ് മൈനസ് എം എ. അപ്പോൾ സ്മോൾ എം എ ഈക്വൽ ടു നമുക്ക് മൈനസ് നോം എ എന്ന് എഴുതാം. സോ മൈനസ് നോം എ ഈസ് ഓൾസോ ഐഗൻ വാല്യൂസ് ഓഫ് എ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് 27.5ഉം 27.7ഉമാണ്. അപ്പം 27.5ൽ നമ്മളോട് പറയുന്നുണ്ട് സ്മോൾ എം എ ആൻഡ് ക്യാപിറ്റൽ എം എ ഡെഫിനിഷൻ നേരത്തെ ഉണ്ട്. സ്മോൾ എം എ ഈസ് ഇൻഫീമം ഓഫ് എക്സ് ബിലോങ്സ് ടു എച്ച്, നോം എക്സ് ഈക്വൽ ടു 1, ഇന്നർ പ്രോഡക്റ്റ് എ ഓഫ് എക്സ് എക്സ് ആൻഡ് ക്യാപിറ്റൽ എം എ ഈസ് സുപ്രീമം ഓഫ് ദാറ്റ് വൺ. അപ്പം അത് രണ്ടും നമുക്ക് ഐഗൻ വാല്യൂസ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എം എയും ക്യാപിറ്റൽ എം എയും ഐഗൻ വാല്യൂസായിട്ട് എടുക്കാൻ പറ്റും.